Hi friends, welcome to the YouTube channel. In this video, Epson monochrome new printer Epson M1120 printer ink refill printer ink refill a simple video. Video കാണുമ്പോൾ channel ഒന്ന് subscribe ചെയ്യുക, like ചെയ്യുക, comment ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. Epson മറ്റ് ഇങ്ക് ടാങ്ക് പ്രിന്ററുകളെ പോലെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല Epson M1120 എന്ന പ്രിന്ററിന്റെ ഇങ്ക് റീഫില്ലിംഗ് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിന്ററിൽ കമാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചാണ് ഇങ്ക് ഫില്ല് ചെയ്യാൻ നോക്കിയാൽ അത് ഡാമേജ് ആവും. ഇപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇങ്ക് റീഫില്ല് ചെയ്യേണ്ട മെത്തേഡുകൾ എന്നുള്ളത് ഈ ഡോറിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ സ്റ്റിക്കറിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ചെയ്യണം. നമ്മൾ ഒരിക്കലും ഫോഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ക് ഫില്ല് ചെയ്യണ ഇവിടെ ഈ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല, കാണാൻ കഴിയും. അവിടെ 2 ആരോ മാർക്ക് ഉണ്ട്. ആ 2 ആരോ മാർക്കും ഈക്വലായി വന്നാൽ മാത്രമേ അത് ഇങ്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രിൻ്ററിൽ കമാൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അവിടെ ഇങ്കിൻ്റെ ഡ്രോപ്പുള്ള ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാരേജ് ഹെഡുള്ള ഈ ക്യാരേജ് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്താണ്ട് റൈറ്റിൽ വന്ന് ആരോ മാർക്കിന് കണക്കായിട്ട് നിൽക്കുന്നതാണ്. കണ്ടില്ല, ഇപ്പോൾ നമുക്ക് ടാങ്കിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ 005 എന്ന സീരീസുള്ള ഇങ്കാണ് ഇതിലേക്ക് ഫില്ല് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിയുന്നത് നിങ്ങൾ ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കോ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കോ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല പ്രിൻ്ററിൻ്റെ ക്ലിയറിനെ തന്നെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. ഓക്കെ, ഇങ്ക് ഫില്ലായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാനുണ്ട്. ഒരിക്കലും ജസ്റ്റ് ഈ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്താൽ മാത്രം പോരാ, ഈ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യണം. ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട പോലെ ആ ഹെഡുള്ള ഈ ക്യാരേജ് എന്ന യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് പോയി റൈറ്റിൽ വന്ന് നിൽക്കും. നിൽക്കുകയാണെങ്കിൽ ആ ടാങ്കിൻ്റെ ടോപ്പ് ലോക്കായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ മോഡലിൽ ഇങ്ക് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.